ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന, ഇതിപ്പോൾ നമ്മൾ നിരന്തരമായി ഇത് സംഭവിക്കുകയും നമ്മൾ ചെന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതൊരു ശീലമായിരിക്കും. അതിനേക്കാൾ പ്രധാനം ഈ അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗൗരവമായി ആലോചിക്കണം. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോവും. വീണ്ടും ഇതുപോലെ പാവങ്ങൾ എവിടെയോ ജീവിക്കുന്ന കുറേ പാവങ്ങളുടെ തലയിലേക്ക് ഈ മണ്ണും ഈ കല്ലും എല്ലാം ഉരുണ്ടു വീഴും. ഞങ്ങൾ 2021 തന്നെ കേരളത്തിലെ പ്രതിപക്ഷം അസംബ്ലിയിൽ 195 രാജ്യങ്ങളുടെ IPCC റിപ്പോർട്ടും അതിനെ സംബന്ധിച്ചുള്ള നാസയുടെ പഠന റിപ്പോർട്ടും അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതാണ്. കേരളത്തിലെ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള, മലയിടിച്ചിലിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിക്കണം. കാലാവസ്ഥാ വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ജിയോളജി തുടങ്ങിയ മുഴുവൻ വകുപ്പുകൾ ഏകോപിപ്പിക്കണം. ആവശ്യമായ റെയിൻ ഗേജുകൾ സ്ഥാപിക്കണം. മണ്ണിൻ്റെ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ നിരന്തരമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ വകുപ്പ് അന്തർദേശീയ നിലവാരമുള്ള ഒരു സംവിധാനമാണ്. അവർക്ക് കൂടി ആ സംവിധാനം, അവരെ കൂടി അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനത്തോടു കൂടി തന്നെ മലയിടിച്ചിലിനും ഇതുപോലുള്ള മാരകമായ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതിനെക്കുറിച്ച് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ അതേ ചൂടോടുകൂടി അതിൻ്റെ സൈമൾട്ടേനിയസ് ആയിട്ട് അതുകൂടിയുള്ള ഒരു ശ്രമം ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തണം. വാർണിംഗ് മെക്കാനിസം ഉണ്ടാകണം. ആളുകളെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രോൺ ഏരിയയിൽ നിന്ന് അങ്ങനെ ഒരു വാർണിംഗ് ഉണ്ടായാൽ എത്ര സമയം കൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് മാറ്റി പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ വേണം. ദൗർഭാഗ്യവശാൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉള്ളത് 2016 2016 കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞു. ഈ 8 കൊല്ലത്തിനിടയിൽ നമ്മുടെ ഡിസാസ്റ്ററിൻ്റെ സ്വഭാവം തന്നെ മാറി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ ലോകത്തെ എല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റീബിൽഡിനോടൊപ്പം, ഈ റീഹാബിലിറ്റേഷനോടൊപ്പം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ വാർണിംഗ് മെക്കാനിസം നമ്മൾ അത് നന്നാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കും.